അപ്പോൾ ഇന്ന് നമ്മളെടുക്കുന്ന ജി എസ് ടി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് തന്നെയാണ്. അപ്പോൾ ഫസ്റ്റ് വാട്ട് ഈസ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ് ജി എസ് ടി. അപ്പോൾ ജി എസ് ടി എന്താ നമുക്കറിയാം. ജി എസ് ടി വരുന്നതിന് മുമ്പായിട്ട് ഇന്ത്യയിൽ സ്റ്റേറ്റ് ലെവലായിട്ടും സെൻട്രൽ ലെവലായിട്ടും ഒരുപാട് ഇൻഡയറക്റ്റ് ടാക്സസ് ഉണ്ട്. അപ്പോൾ ഈ ഇൻഡയറക്റ്റ് ടാക്സസിനെയൊക്കെ റീപ്ലേസ് ചെയ്തിട്ടാണ് ജി എസ് ടി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ജി എസ് ടി ഒരു സിംഗിൾ യൂണിഫോം ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. ജി എസ് ടി എല്ലാ ടൈപ്പ് ഓഫ് ബിസിനസ്സിലും ആപ്ലിക്കബിൾ ആണ്. അതായത് സ്മോൾ ആയിക്കോട്ടെ ലാർജ് ആയിക്കോട്ടെ ജി എസ് ടി ആപ്ലിക്കബിൾ ആണ്. പിന്നെ പറയുന്നത് ഇൻഡിപെൻഡൻസിന് ശേഷം ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള ഒരു ഗ്രേറ്റസ്റ്റ് ടാക്സ് റിഫോം ആണ് ജി എസ് ടി എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് എൻറ്റയർ നേഷനിൽ ഒരു യൂണിഫൈഡ് ടാക്സ് സ്ട്രക്ചർ ആണ് ജി എസ് ടി ഫോളോ ചെയ്യുന്നത്. പിന്നെ ജി എസ് ടി എല്ലാ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ മുകളിലും ആപ്ലിക്കബിൾ ആണ്. ഇന്ത്യയിൽ ഡുവൽ സിസ്റ്റം ഓഫ് ജി എസ് ടി ആണ് യൂസ് ചെയ്യുന്നത്. അതായത് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റിനെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കീപ്പ് ചെയ്യുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ജി എസ് ടി കൗൺസിലാണ് പറയുന്നത്. ജി എസ് ടി കൗൺസിൽ എന്ന് പറയുമ്പോൾ ജി എസ് ടി ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന എല്ലാ ഡിസിഷൻസും എടുക്കുന്നത് ജി എസ് ടി കൗൺസിലാണ്. ജി എസ് ടി കൗൺസിലിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ ആണ്. അതേപോലെ തന്നെ വാരിയസ് സ്റ്റേറ്റ് ഫിനാൻസ് മിനിസ്റ്റേഴ്സും വരുന്നുണ്ട്. പിന്നെ ജി എസ് ടിയിൽ 4 ടയർ ടാക്സ് സ്ട്രക്ചർ ആണ് യൂസ് ചെയ്യുന്നത്. അതായത് 5%, 12%, 18% ആൻഡ് 28%. പിന്നെ 0% ഉണ്ട്. അത് എസെൻഷ്യൽ ഗുഡ്സിൻ്റെ കേസിലാണ് 0% വരുന്നത്. അതായത് റൈസ്, വീറ്റ് അങ്ങനെയുള്ള എസെൻഷ്യൽ ഗുഡ്സിൻ്റെ കേസിൽ 0% ആണ് വരുന്നത്. നെക്സ്റ്റ്, വാട്ട് ആർ ദി ഇൻഡയറക്റ്റ് ടാക്സസ് ദാറ്റ് ജി എസ് ടി ഹാസ് റീപ്ലേസ്. ജി എസ് ടി റീപ്ലേസ് ചെയ്തിട്ടുള്ള ഇൻഡയറക്റ്റ് ടാക്സസ് ഏതൊക്കെയാണെന്നാണ്. അപ്പോൾ എന്താണ് സെൻട്രൽ ലെവലിലുണ്ടായിരുന്ന ഇൻഡയറക്റ്റ് ടാക്സസ് ആദ്യം ഏതൊക്കെ നോക്കുക. ഒന്ന് സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി, സെക്കൻഡ് അഡീഷണൽ ഡ്യൂട്ടീസ് ഓഫ് കസ്റ്റം, തേർഡ് സ്പെഷ്യൽ അഡീഷണൽ ഡ്യൂട്ടി ഓഫ് കസ്റ്റം, ഫോർത്ത് സർവീസ് ടാക്സ്. ഇനി സ്റ്റേറ്റ് ലെവലായിട്ടുണ്ടായിരുന്ന ഇൻഡയറക്റ്റ് ടാക്സസ് സ്റ്റേറ്റ് വാറ്റ്, സെൻട്രൽ സെയിൽസ് ടാക്സ്, എൻ്റർടൈൻമെൻറ്റ് ആൻഡ് അമ്യൂസ്മെൻറ്റ് ടാക്സ്, പിന്നെ ടാക്സസ് ഓൺ ലോട്ടറീസ്, ബെറ്റിംഗ് ആൻഡ് ഗാംബ്ലിംഗ്. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ ഫ്രെയിം വർക്ക് ദാറ്റ് ദ ജി എസ് ടി ഫോളോ. ജി എസ് ടി ഫോളോ ചെയ്യുന്ന ഫ്രെയിം വർക്കാണ്. അതർ കൺട്രീസ് പോലെ കാനഡ, ബ്രസീൽ പോലുള്ള അതർ കൺട്രീസ് പോലെ തന്നെ ജി എസ് ടിയിൽ ഡുവൽ ഫോം ഓഫ് ജി എസ് ടി ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ പറയുന്നത് ഇൻട്രാ സ്റ്റേറ്റ് ലെവലായിട്ട്, അതായത് സ്റ്റേറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഗുഡ്സ് ആൻഡ് സർവീസസ് സെല് ചെയ്യുമ്പോൾ ജി എസ് ടിയും എസ് ജി എസ് ടിയും ആയിരിക്കും ഇമ്പോസ് ചെയ്തിരിക്കുക. പിന്നെ പറയുന്നത് ഇൻ്റർ സ്റ്റേറ്റ്, അതായത് സ്റ്റേറ്റിൻ്റെ പുറത്തായിട്ട് ഗുഡ്സോ സർവീസസോ സെല് ചെയ്യുമ്പോൾ അവിടെ ഐ ജി എസ് ടി ആയിരിക്കും ഉണ്ടാവുക. പിന്നെ പറയുന്നത് ഇമ്പോർട്ടിംഗ് ഗുഡ്സ് ഒക്കെ ഐ ജി എസ് ടിൻ്റെ അണ്ടറിലാണ് വരുന്നത്. കാരണം അതൊരു ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇമ്പോർട്ടഡ് ഗുഡ്സിൽ കസ്റ്റംസ് ഡ്യൂട്ടീസും വരും എന്നാണ് പറയുന്നത്. പിന്നെ എക്സ്പോർട്ട് ആൻഡ് സപ്ലൈ ടു സ്പെഷ്യൽ എക്കണോമിക് സോൺസിൻ്റെ കേസിൽ 0 റേറ്റഡ് ആണ് ജി എസ് ടി എന്ന് പറയുന്നത്. നെക്സ്റ്റ്, സം ഹിറ്റ്സ് ഓഫ് ജി എസ് ടി ആണ്. സം ഹിറ്റ്സ് ഓഫ് ജി എസ് ടി ആദ്യം പറയുന്നത് ജി എസ് ടി കൗൺസിൽ പ്ലേസ് പ്രിൻസിപ്പൽ ഡിപ്ലോമസി ആൻഡ് ദ സ്റ്റേറ്റ്മാൻഷിപ്പ് ഷോൺ ബൈ ദി മെമ്പേഴ്സ് ഇസ് ഷ്യൂർലി എ ഹിറ്റ്. അതായത് ജി എസ് ടി കൗൺസിൽസിന് ഇൻ്റർനാഷണൽ റിലേഷൻസ് മാനേജ് ചെയ്യാനും അതേപോലത്തെ അതത്തെ മെമ്പേഴ്സിന് പബ്ലിക് അഫയേഴ്സ് മാനേജ് ചെയ്യാനും സാധിക്കുന്നത് തന്നെ ജി എസ് ടിൻ്റെ ഒരു സക്സസ് ആണ്. പിന്നെ പറഞ്ഞ ടെക്നോളജിക്കൽ സപ്പോർട്ട് ടു ദ സ്ട്രക്ചർ ഓഫ് ജി എസ് ടി ലോ ആണ്. ഈ ന്യൂ ജി എസ് ടി സിസ്റ്റം സ്ട്രോങ് ടെക്നോളജിക്കൽ സപ്പോർട്ടിൻ്റെ അണ്ടറിലാണ് റൺ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് ഫുൾ ജി എസ് ടിയിൽ നിന്നും കൂടുതൽ സർവീസസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. നെക്സ്റ്റ് പറയുന്നത് ജി എസ് ടി ബോൺ ടു മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് ആണ്. അതായത് ജി എസ് ടി വന്നതോടെ അവിടെ ടാക്സ് എക്സ്പേർട്സിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടത് എം എസ് എം ഇസിൻ്റെ കേസിൽ കുറഞ്ഞിട്ടുണ്ട്. കാരണം ജി എസ് ടിയിൽ സിംപ്ലിഫൈഡ് ടാക്സ് റിട്ടേൺ ഫയലിംഗ് സിസ്റ്റം ആണുള്ളത്. പിന്നെ പറയുന്നത് ഈ ബിലോ 1.5 ക്രോറിൻ്റെ ടേൺ ഓവറിൻ്റെ അണ്ടറിൽ വരുന്ന ടാക്സ് പേയേഴ്സിന് ക്വാർട്ടർലി റിട്ടേൺസ് ഫയൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതൊരു വൈസ് ഡിസിഷൻ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇത് മൂന്നുമാണ് ഹിറ്റ്സ് ഓഫ് ജി എസ് ടി. ഇനി ഫ്യൂ മിസ്സസ് ഓഫ് ജി എസ് ടി ആണ്. നീഡ് ഓഫ് റിക്കവറി, അതായത് ജി എസ് ടിയിൽ വന്ന കുറച്ച് ഫോൾട്ടുകളും അതിനിയും റിക്കവറി ആവശ്യമായിട്ടുള്ള കേസസ് ആണ് പറയുന്നത്. ഒന്ന്, ഡിലേഡ് ഐ ജി എസ് ടി റീഫണ്ട് ഹാസ് ഹിറ്റ് എക്സ്പോർട്ടേഴ്സ് ആൻഡ് കോസ്റ്റ് എ സ്ലോ ഡൗൺ. അതായത് ഐ ജി എസ് ടി റീഫണ്ട് ഡിലേ ചെയ്തതോടെ എക്സ്പോർട്ട് സ്ലോ ഡൗൺ ആവാനുള്ള കാരണമാവുന്നുണ്ട്. എന്നാലും ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാ എഫേർട്സും എടുക്കുന്നുണ്ട്. റീഫണ്ട്സ് ടൈംലി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ എഫേർട്സും എടുക്കുന്നുണ്ട്. നെക്സ്റ്റ്, സെൻറ്റിമെൻറ്റ്സ് അറൗണ്ട് ക്ലെയിമിംഗ് ഓഫ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. ഇതിൽ പറയുന്നത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യുമ്പോൾ
ടാക്സ് പേയേഴ്സ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യുമ്പോൾ അവിടെ ഒരു മിസ്മാച്ച് നോട്ടീസാണ് റിസീവ് ചെയ്യുന്നത്. ഈ GSTR 3B ആൻഡ് GSTR 2A പ്രകാരം ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യുമ്പോൾ അവിടെ മിസ്മാച്ച് നോട്ടീസാണ് റിസീവ് ചെയ്യുന്നത്. അപ്പോൾ പറയുന്നത് GST പോർട്ടൽ റീകൺസീലിയേഷൻ ടൂൾസ് ഡെവലപ്പ് ചെയ്യുന്നത് ബയേഴ്സിനെ ഹെൽപ്പ് ചെയ്യും. അതായത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഫയൽ ചെയ്യുമ്പോൾ അത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ ബയേഴ്സിന് ഒരു മുന്നറിയിപ്പ് ലഭിക്കുന്ന പറയുന്നത്. ഇതിലൂടെ എന്താണ് ഇൻട്രസ്റ്റും പെനാൽറ്റീസും അവോയ്ഡ് ചെയ്യാം. അപ്പോൾ ഇത് രണ്ടുമാണ് ഫ്യൂ മിസ്സസ് ഓഫ് GST എന്ന് പറയുന്നത്. ഒന്ന്, ഡിലേഡ് IGST റീഫണ്ട് ഹാസ് ഹിറ്റ് എക്സ്പോർട്ടേഴ്സ് ആൻഡ് കോസ്റ്റ് സ്ലോ ഡൗൺ. പിന്നെ സെന്റിമെന്റ്സ് അറൌണ്ട് ക്ലെയിമിംഗ് ഓഫ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. അടുത്ത ബെനിഫിറ്റ്സ് ഓഫ് GST ആണ്. നമുക്കറിയാം GST എന്ന് പറയുന്ന ഒരു യൂണിഫൈഡ് ടാക്സേഷൻ സിസ്റ്റം ആണ്. GST വന്നതോടെ അവിടെ കാസ്കേഡിംഗ് ടാക്സ് എഫക്റ്റ് റിമൂവ് ആയിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഒരു പ്രൊഡക്ഷൻ ടു ഡിസ്ട്രിബ്യൂഷൻ പ്രോസസ്സ് ആണെങ്കിൽ അതിൻ്റെ ഈച്ച് സ്റ്റേജിൽ ടാക്സ് പേ ചെയ്യേണ്ടി വരുമായിരുന്നു. അപ്പോൾ GST വന്നതോടെ ആ ഒരു സിസ്റ്റം അവിടെ റിമൂവ് ആയിട്ടുണ്ട്. പിന്നെ പറയുന്നത് എന്താണ്, യൂണിഫൈഡ് ടാക്സ് സിസ്റ്റം എൻറ്റയർ നേഷനെ ഒരു ടാക്സ് സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. പിന്നെ പറയുന്ന ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്, ഗുഡ്സിൻ്റെയും സർവീസസിൻ്റെയും മുകളിൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവൈലബിൾ ആണ്. അത് കാസ്കേഡിംഗ് എഫക്ട്സിനെ എലിമിനേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ പറയുന്നത് റിട്ടേൺസും കംപ്ലയൻസസും GST യൂണിഫൈ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി അവിടെ സെപ്പറേറ്റ് ആയിട്ട് വാല്യൂ ആഡഡ് ടാക്സും സർവീസ് ടാക്സും ഉണ്ടായിരിക്കില്ല. അപ്പം ഇത്രയാണ് GSTൻ്റെ ബെനിഫിറ്റ്സ്. നെക്സ്റ്റ്, ഹൂ ആർ ദി ടാക്സബിൾ പേഴ്സൺ ആണ് GSTൻ്റെ അണ്ടറിൽ വരുന്ന ടാക്സബിൾ പേഴ്സൺ ആണ്. അപ്പോൾ ഇതിൽ പറയുന്നത് ഇന്ത്യയിൽ ബിസിനസ് നടത്തുന്ന ഏതൊരു പേഴ്സണും അതേപോലെ തന്നെ GST ആക്ടിൻ്റെ അണ്ടറിൽ വരുന്ന ആ ഒരു പേഴ്സണും ആയിരിക്കും GSTയിൽ രജിസ്റ്റർ ചെയ്യേണ്ടത്. പിന്നെ GSTയിൽ നിർബന്ധമായിട്ട് രജിസ്ട്രേഷൻ നടത്തേണ്ടത് ആരൊക്കെയാണെന്ന് വെച്ചാൽ, അതായത് ഒരു ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ ഇയർത്തെ ടേൺ ഓവർ എന്നുള്ളത് 40 ലക്ഷത്തിൽ കൂടുകയോ അതേപോലെ തന്നെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിൻ്റെ കേസിൽ 20 ലക്ഷത്തിൽ കൂടുകയോ ചെയ്താൽ അവിടെ GST രജിസ്ട്രേഷൻ ചെയ്തിരിക്കണം. പിന്നെ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, ഇ-കൊമേഴ്സ് ഓപ്പറേറ്റേഴ്സ്, പിന്നെ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമിലൂടെ ഗുഡ്സോ സർവീസസ് സപ്ലൈ ചെയ്യുന്നവർ ഈ GST രജിസ്ട്രേഷൻസ് കമ്പൽസറി ആയിട്ട് ചെയ്തിരിക്കണം. നെക്സ്റ്റ് വാട്ട് ഈസ് GSTIN എന്നാണ്. GSTIN എന്ന് പറയുന്നത് യുണീക്ക് GST ഐഡൻറ്റിഫിക്കേഷൻ നമ്പറാണ് GSTIN എന്ന് പറയുന്നത്. GST രജിസ്ട്രേഷൻ നടത്തുന്ന എല്ലാ ടാക്സ് പേയേഴ്സിനും എത്നിറ്റിക്കും ഈ ഒരു GSTIN പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഇതെന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് വൈസ് പാൻ ബേസ്ഡ് ആയിട്ടുള്ള 15 ഡിജിറ്റ് GSTIN നമ്പർ ആയിരിക്കും ഇത്. GST രജിസ്ട്രേഷൻ നടത്തുമ്പോൾ നിർബന്ധമായിട്ടും പാൻ അവിടെ ഉണ്ടായിരിക്കണം. അതേപോലെ GSTൻ്റെ അണ്ടറിൽ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. നെക്സ്റ്റ്, വാട്ട് ഈസ് റിവേഴ്സ് ചാർജ് ആണ്. യൂഷ്വലി സപ്ലയർ ഗുഡ്സ് സപ്ലൈ ചെയ്യുമ്പോൾ സപ്ലയർ ആയിരുന്നു ടാക്സ് പേ ചെയ്തിരുന്നത്. പക്ഷേ ഈ ഒരു കേസിൽ എന്ന് പറയുന്നത് ഗുഡ്സിൻ്റെ ബയർ ആയിരിക്കും ടാക്സ് പേ ചെയ്യേണ്ടത്. ഇതിനെയാണ് റിവേഴ്സ് ചാർജ് എന്ന് പറയുന്നത്. അതായത് ബയർ ടാക്സ് പേ ചെയ്യുന്നതിനെയാണ് റിവേഴ്സ് ചാർജ് എന്ന് പറയുന്നത്. ഇത് GSTൻ്റെ അണ്ടറിൽ പുതിയതായിട്ട് വന്നൊരു കോൺസെപ്റ്റ് അല്ല. ഇത് വാല്യൂ ആഡഡ് ടാക്സിൻ്റെ ടൈമിലും ഈ ഒരു റിവേഴ്സ് ചാർജ് എക്സിസ്റ്റ് ചെയ്തിരുന്നു. പക്ഷെ വാല്യൂ ആഡഡ് ടാക്സിൻ്റെ കേസിൽ അത് സർവീസസിൻ്റെ മുകളിൽ മാത്രമായിരുന്നു. പക്ഷെ GSTൻ്റെ കേസിൽ അത് ഗുഡ്സിൻ്റെയും സർവീസസിൻ്റെയും മുകളിൽ ഈ ഒരു റിവേഴ്സ് ചാർജ് ബേസിസ് വരുന്നുണ്ട്. നെക്സ്റ്റ്, വാട്ട് ഹാപ്പൻസ് ടു മിക്സ്ഡ് സപ്ലൈ ആൻഡ് കോമ്പോസിറ്റ് സപ്ലൈ അണ്ടർ GST. അപ്പോൾ GSTൻ്റെ അണ്ടറിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു ന്യൂ കോൺസെപ്റ്റ് ആണ് മിക്സ്ഡ് സപ്ലൈ ആൻഡ് കോമ്പോസിറ്റ് സപ്ലൈ എന്ന് പറയുന്നത്. പിന്നെ എന്താണ്, ദിസ് വിൽ കവർ ഓൾ സപ്ലൈസ് മെയ്ഡ് ടുഗെദർ വെദർ ദ സപ്ലൈസ് ആർ നോട്ട് റിലേറ്റഡ് ഓർ നോട്ട്. ഇത് എല്ലാ സപ്ലൈസിനെയും കവർ ചെയ്യുന്നുണ്ട്. അത് റിലേറ്റ് ചെയ്യുന്നോ റിലേറ്റ് ചെയ്യാത്ത സപ്ലൈ ആയിക്കോട്ടെ, ഇതെല്ലാ സപ്ലൈസിനെയും കവർ ചെയ്യുന്നുണ്ട്. ഈ ഒരു കോമ്പോസിറ്റ് സപ്ലൈ എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ടു ഓർ മോർ ഗുഡ്സ് ഒരുമിച്ച് സപ്ലൈ ചെയ്യുന്നതിനെയാണ് കോമ്പോസിറ്റ് സപ്ലൈ എന്ന് പറയുന്നത്. ഈ ഒരു കോമ്പോസിറ്റ് സപ്ലൈൻ്റെ കേസിൽ അതിൽ ഒരു ഐറ്റം എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ സപ്ലൈ ആയിരിക്കും. ഒരു ഐറ്റത്തിനെ പ്രിൻസിപ്പൽ സപ്ലൈ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഈ ഒരു ഐറ്റംസ് സെപ്പറേറ്റ്ലി അവിടെ സപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. കോമ്പോസിറ്റ് സപ്ലൈൻ്റെ ഒരു എക്സാമ്പിൾ ആണ് പറയുന്നത്. അതായത് വെൻ ഗുഡ്സ് ആർ പാക്ഡ് ആൻഡ് ട്രാൻസ്പോർട്ടഡ് വിത്ത് ഇൻഷുറൻസ്, ഗുഡ്സ് പാക്ക് ചെയ്തിട്ട് ഇൻഷുറൻസോടെ ട്രാൻസ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സപ്ലൈ ഓഫ് ഗുഡ്സ്, പാക്കിംഗ് മെറ്റീരിയൽ, ട്രാൻസ്പോർട്ട് ആൻഡ് ഇൻഷുറൻസ് ഈസ് എ കോമ്പോസിറ്റ് സപ്ലൈ. ആ ഗുഡ്, അതിൻ്റെ പാക്കിംഗ് മെറ്റീരിയൽ, അതിൻ്റെ ട്രാൻസ്പോർട്ട് ആൻഡ് ഇൻഷുറൻസ് ആയിരിക്കും കോമ്പോസിറ്റ് സപ്ലൈ ആയിട്ട് കൺസിഡർ ചെയ്യുക.
പിന്നെ പറയുന്നത് അവിടെ ഗുഡ്സ് സപ്ലൈ ചെയ്യുന്നില്ലെങ്കിൽ അവിടെ ഇൻഷുറൻസും ട്രാൻസ്പോർട്ടും സെപ്പറേറ്റ്ലി ചെയ്യാവുന്ന ഒരു കാര്യമല്ല. ഈ ഒരു കേസിൽ സപ്ലൈ ഓഫ് ഗുഡ് ആയിരിക്കും പ്രിൻസിപ്പൽ സപ്ലൈ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് മിക്സ്ഡ് സപ്ലൈ ആണ്. മിക്സ്ഡ് സപ്ലൈയിൽ പറയുന്നത് ടു ഓർ മോർ ഇൻഡിവിജ്വൽ സപ്ലൈ ഓഫ് ഗുഡ്സോ സർവീസസ് ആണ്. ടു ഓർ മോർ ഇൻഡിവിജ്വൽ ഗുഡ്സോ സർവീസസോ ഒരുമിച്ച് ഒരു ടാക്സബിൾ പേഴ്സൺ സിംഗിൾ പ്രൈസിൽ സപ്ലൈ ചെയ്യുന്നതിനെയാണ് മിക്സ്ഡ് സപ്ലൈ എന്ന് പറയുന്നത്. ഇതിൽ ഈച്ച് ഐറ്റം സെപ്പറേറ്റ്ലി സപ്ലൈ ചെയ്യാം. ഇത് തമ്മിൽ തമ്മിൽ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളതല്ല. ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ഒരു സപ്ലൈ പാക്കേജിൽ ക്യാൻഡ് ഫുഡ്സ്, സ്വീറ്റ്സ്, ചോക്ലേറ്റ്സ്, കേക്ക്സ്, ഡ്രൈ ഫ്രൂട്ട്സ്, എയറേറ്റഡ് ഡ്രിങ്ക്സ് ആൻഡ് ഫ്രൂട്ട് ജ്യൂസ് ആണുള്ളത്. ഇതെല്ലാം സിംഗിൾ പ്രൈസിലാണ് സപ്ലൈ ചെയ്യുന്നത്. ഇത് സെപ്പറേറ്റ്ലിയും സെല് ചെയ്യാൻ സാധിക്കും. പിന്നെ പറയുന്നത് ഇതിലെ എയറേറ്റഡ് ഡ്രിങ്ക്സിലാണ് 28% GST വരുന്നത്. അതായത് എയറേറ്റഡ് ഡ്രിങ്ക്സിനാണ് ഹയസ്റ്റ് GST റേറ്റ് വരുന്നത്. അതുകൊണ്ട് പ്രിൻസിപ്പൽ സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത് എയറേറ്റഡ് ഡ്രിങ്ക്സിനെ ആയിരിക്കും. നെക്സ്റ്റ് വാട്ട് ഈസ് കണ്ടിന്യൂസ് സപ്ലൈ ആണ്. പീരിയോഡിക്കലി അതായത് ഗുഡ്സ് ആൻഡ് സർവീസസ് പീരിയോഡിക്കലി സപ്ലൈ ചെയ്യുന്ന, ഓഫർ ചെയ്യുന്ന, അതേപോലെ തന്നെ പീരിയോഡിക്കലി പേയ്മെൻറ്റ്സ് നടത്തുന്നതിനെയാണ് കണ്ടിന്യൂസ് സപ്ലൈ പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുമ്പോൾ ടെലികോം ആൻഡ് ഇൻ്റർനെറ്റ് പ്രൊവൈഡേഴ്സ് നമുക്ക് ഇൻ്റർനെറ്റ് തരുമ്പോൾ നമുക്കവിടെ കണ്ടിന്യൂസ് സപ്ലൈ ആണ് കിട്ടുന്നത്. നമ്മളവിടെ മന്ത്ലി ഒരു ക്വാർട്ടർലി അവിടെ പേയ്മെൻറ്റ്സ് നടത്തണം എന്നേ ഉള്ളൂ. നെക്സ്റ്റ് വാട്ട് ഈസ് എ കംപ്ലയൻസ് റേറ്റിംഗ് ആണ്. വാട്ട് ഈസ് എ കംപ്ലയൻസ് റേറ്റിംഗ്? അതായത് രജിസ്റ്റേർഡ് ടാക്സ് പേയേഴ്സിൻ്റെ പെർഫോമൻസ് റേറ്റിംഗിനെയാണ് കംപ്ലയൻസ് റേറ്റിംഗ് എന്ന് പറയുന്നത്. രജിസ്റ്റേർഡ് ടാക്സ് പേയേഴ്സിൻ്റെ പെർഫോമൻസ് റേറ്റിംഗിനെയാണ് കംപ്ലയൻസ് റേറ്റിംഗ് എന്ന് പറയുന്നത്. ഈ ഒരു കംപ്ലയൻസ് റേറ്റിംഗിന് 1 to 10 എന്നുള്ള റേറ്റിംഗ് സ്കെയിലാണ് യൂസ് ചെയ്യുന്നത്. ഒരു റേറ്റിംഗ് സിസ്റ്റം, അതായത് 1 to 10 വരെയുള്ള റേറ്റിംഗ് സ്കെയിലാണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ 10 എന്ന് പറയുന്ന ഹയസ്റ്റ് കംപ്ലൈൻറ്റും 1 എന്ന് പറയുന്ന ലീസ്റ്റ് കംപ്ലൈൻറ്റും ആണ്. ഈ ഒരു GST കംപ്ലയൻസ് റേറ്റിംഗ് യൂസ് ചെയ്തിട്ട് ബയർക്ക് അവരുടെ സെല്ലറിനെ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നെക്സ്റ്റ് വാട്ട് ഈസ് ദ GST നമ്പർ നോ യുവർ 50-digit GST IN ആണ്. ഇതിൽ GST നമ്പർ എന്താണെന്നും GST INൻ്റെ സ്ട്രക്ചറും ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ GST ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ വാറ്റിൻ്റെ അണ്ടറിലും സർവീസ് ടാക്സിൻ്റെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്യുന്ന മെമ്പേഴ്സിനൊക്കെ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വാറ്റിൻ്റെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ഒരു യൂണീക്ക് ടിൻ നമ്പറും, സർവീസ് ടാക്സിൻ്റെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് സർവീസ് ടാക്സ് രജിസ്ട്രേഷൻ നമ്പറും ആയിരുന്നു പ്രൊവൈഡ് ചെയ്തിരുന്നത്. അത് സെൻട്രൽ ബോർഡ് ഓഫ് എക്സൈസ് ആൻഡ് കസ്റ്റംസ് ആണ് പ്രൊവൈഡ് ചെയ്തിരുന്നത്. GSTൻ്റെ കേസിൽ GST IN ആണ് GST ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ. എല്ലാ രജിസ്റ്റേർഡ് ടാക്സ് പേയേഴ്സിനും പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഈ GST IN എന്ന് പറയുന്നത്. ഇനി സ്ട്രക്ചർ ഓഫ് GST IN ആണ്. GST INൽ 15 ഡിജിറ്റ്സ് ആണുള്ളത്. അതിൽ ആദ്യത്തെ 2 ഡിജിറ്റ്സ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് കോഡ് ആയിരിക്കും. ഇന്ത്യൻ സെൻസസ് 2011 പ്രകാരമുള്ള സ്റ്റേറ്റ് കോഡ് ആയിരിക്കും. ആദ്യത്തെ ഫസ്റ്റ് 2 ഡിജിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ കേരളൻ്റെ കേസ് പറയുമ്പോൾ 32 ആണ് സ്റ്റേറ്റ് കോഡ് എന്ന് പറയുന്നത്. പിന്നെ കർണാടക 29, ഡൽഹി 07, അങ്ങനെ ഓരോ സ്റ്റേറ്റിനും അതിൻ്റേതായ കുറച്ച് സ്റ്റേറ്റ് കോഡ്സ് ഉണ്ട്. പിന്നെ അടുത്ത 10 ഡിജിറ്റ് എന്ന് പറയുന്ന പാൻ നമ്പറാണ്. ടാക്സ് പേയേഴ്സിൻ്റെ പാൻ നമ്പറാണ് നെക്സ്റ്റ് 10 ഡിജിറ്റ് എന്ന് പറയുന്നത്. 13 ഡിജിറ്റ് എന്ന് പറയുന്നത് ആ ഒരു സ്റ്റേറ്റിൽ എത്ര രജിസ്ട്രേഷൻ ആണോ നടത്തിയിട്ടുള്ളത് അതിനെ ബേസ് ചെയ്തിരിക്കും 13ാമത്തെ ഡിജിറ്റ് എന്ന് പറയുന്നത്. പിന്നെ 14ാമത്തെ ഡിജിറ്റ് എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആൽഫബറ്റ് ആണ്. അതായത് Z ആയിരിക്കും 14th ഡിജിറ്റ് എന്ന് പറയുന്നത്. ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് വിൽ ബി ഫോർ ചെക്ക് കോഡ് ആണ്. അതൊരു ആൽഫബറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നമ്പർ ആയിരിക്കും ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ 15 ഡിജിറ്റിലെ ആദ്യത്തെ 2 നമ്പേഴ്സ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് കോഡാണ്. പിന്നത്തെ 10 ഡിജിറ്റ് എന്ന് പറയുന്നത് പാൻ നമ്പറാണ്. 13th ഡിജിറ്റ് എന്ന് പറയുന്നത് ആ ഒരു സ്റ്റേറ്റിൽ എത്ര രജിസ്ട്രേഷൻ ആണോ നടത്തിയിരിക്കുന്നത് അത് ബേസ് ചെയ്തിരിക്കും. പിന്നെ 14th ഡിജിറ്റ് എന്ന് പറയുന്നത് Z ആയിരിക്കും. അതെല്ലാ കേസിലും Z ആയിരിക്കും. പിന്നെ ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് ഒരു ആൽഫബറ്റ് അല്ലെങ്കിൽ ഒരു നമ്പർ ആയിരിക്കും. നെക്സ്റ്റ് നോ യുവർ GST എന്ന് പറഞ്ഞിട്ട് GSTൻ്റെ ഒരു സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആദ്യം സ്റ്റേറ്റ് കോഡ്, പിന്നെ പെർമനൻറ്റ് അക്കൗണ്ട് നമ്പർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് 10, പിന്നെ എത്നിറ്റി നമ്പർ ഓഫ് ദ സെയിം പാൻ ഹോൾഡർ ഇൻ എ സ്റ്റേറ്റ്, പിന്നെ ആൽഫബറ്റ് Z പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു ചെക്ക് സം ഡിജിറ്റ്, അതൊരു ആൽഫബറ്റ് ആവാം അല്ലെങ്കിൽ ഒരു നമ്പർ ആവാം. അടുത്തത് ഹൗ ടു അപ്ലൈ ഫോർ GST IN ആണ്. GST രജിസ്ട്രേഷൻ പ്രോസസ്സിൻ്റെ ഒരു പാർട്ടാണ് ഈ GST നമ്പർ അലോട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇവിടെ 2 ways ആണ് GSTയിൽ രജിസ്റ്റർ ചെയ്യാനുള്ളത്. ഒന്ന് GST ഓൺലൈൻ പോർട്ടൽ വഴിയും, പിന്നെ GST സേവാ കേന്ദ്ര സെറ്റപ്പ് ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ വഴി നമുക്ക് GST രജിസ്ട്രേഷൻ നടത്താം. ഇനി GST രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ
വേണ്ട ഡീറ്റെയിൽസ് ആണ് അല്ലെങ്കിൽ ഡോക്യുമെന്റ്സ് ആണ് പറയുന്നത്. ഒന്ന് പറയുന്നത് വാലിഡ് പെർമനന്റ് അക്കൗണ്ട് നമ്പർ, പിന്നെ വാലിഡ് ഇന്ത്യൻ മൊബൈൽ ഫോൺ നമ്പർ, വാലിഡ് ഇമെയിൽ അഡ്രസ്സ്, പിന്നെ എന്താണ് ഫീൽഡ്സ്, മാൻഡറി ഫീൽഡ്സ് ഫില്ല് ചെയ്യാനുള്ള പ്രിസ്ക്രൈബ് ഡോക്യുമെന്റ്സും ഇൻഫോർമേഷൻസും, പിന്നെ പ്ലേസ് ഓഫ് ബിസിനസ്, പിന്നെ ഓതറൈസ്ഡ് സിഗ്നേച്ചർ റെസിഡന്റ് ഓഫ് ഇന്ത്യ, ആൻഡ് ഓതറൈസ്ഡ് സിഗ്നേച്ചർ ഹൂ ഇസ് റെസിഡന്റ് ഇന്ത്യ വിത്ത് വാലിഡ് ഡീറ്റെയിൽസ്, പാൻ ഉണ്ടായിരിക്കണം. പിന്നെ അറ്റ്ലീസ്റ്റ് വൺ പ്രൊപ്പറേറ്റർ, പാർട്ട്ണർ, ഡയറക്ടർ, ട്രസ്റ്റി, പാർട്ട്ണർ, മെമ്പർ വിത്ത് കറസ്പോണ്ടിങ് പാൻ നമ്പർ, പിന്നെ IFSC കോഡ്, അതായത് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം കോഡ്. അവിടെ അതായത് ആ ഒരു ബാങ്കിൻ്റെയും ബ്രാഞ്ചിൻ്റെയും IFSC കോഡ്, പിന്നെ പറയുന്ന ബാങ്ക് അക്കൗണ്ട് നമ്പറാണ് വാലിഡ് ബാങ്ക് അക്കൗണ്ട് നമ്പർ ഫ്രം ഇന്ത്യ, പിന്നെ ജൂറിസ്ഡിക്ഷൻ ഡീറ്റെയിൽസ്. അപ്പോൾ ഇത്ര ഡീറ്റെയിൽസ് ആണ് GST അപ്ലൈ ചെയ്യുമ്പോൾ വേണ്ടത്. ഒന്ന് എന്താണ് പെർമനന്റ് അക്കൗണ്ട് നമ്പർ, പിന്നെ ഇന്ത്യൻ മൊബൈൽ ഫോൺ നമ്പർ, പിന്നെ ഇമെയിൽ അഡ്രസ്സ്, പിന്നെ പ്രിസ്ക്രൈബ് ഡോക്യുമെന്റ്സ് ആൻഡ് ഇൻഫോർമേഷൻ ഓൺ ഓൾ മാൻഡറി ഫീൽഡ്സ് ഓഫ് രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ, പിന്നെ പ്ലേസ് ഓഫ് ബിസിനസ്, പിന്നെ ആൻ ഓതറൈസ്ഡ് സിഗ്നേറ്ററി ഹൂ ഇസ് റെസിഡന്റ് ഓഫ് ഇന്ത്യ വിത്ത് വാലിഡ് ഡീറ്റെയിൽസ് ഇൻക്ലൂഡിംഗ് പാൻ, പിന്നെ അറ്റ്ലീസ്റ്റ് വൺ പ്രൊപ്പറേറ്റർ, പാർട്ട്ണർ, ഡയറക്ടർ, ട്രസ്റ്റി, കർത്ത, മെമ്പർ വിത്ത് കറസ്പോണ്ടിങ് പാൻ, പിന്നെ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം കോഡ് നമ്പർ ഓഫ് ദി സെയിം ബാങ്ക് ആൻഡ് ബ്രാഞ്ച്, പിന്നെ വാലിഡ് ബാങ്ക് അക്കൗണ്ട് നമ്പർ ഫ്രം ഇന്ത്യ, പിന്നെ ജൂറിസ്ഡിക്ഷൻ ഡീറ്റെയിൽസ്. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ കോസ്റ്റ് ഓഫ് ഒപ്റ്റെയിനിങ് GSTIN ആണ്. GSTIN ഒപ്റ്റെയിൻ ചെയ്യാനും GST രജിസ്ട്രേഷൻ നടത്തുന്നതും ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. അവിടെ ഒരു അഡീഷണൽ കോസ്റ്റും വരുന്നില്ല. പിന്നെ ഹൗ ഈസ് GSTIN ഡിഫറെൻറ്റ് ഫ്രം GSTN ആണ്. GSTIN എന്ന് പറയുന്നത് എന്താണ്? GST ഐഡൻറ്റിഫിക്കേഷൻ നമ്പറാണ്. അതായത് GST രജിസ്ട്രേഷൻ നടത്തുന്ന ഏതൊരു ബിസിനസ്സിനായാലും ഇപ്പോൾ ടാക്സ് പേയർക്കായാലും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ നമ്പറാണ് GSTIN എന്ന് പറയുന്നത്. ഇനി ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് നെറ്റ്വർക്ക് ആണ് GSTN എന്ന് പറയുന്നത്. GSTN എന്ന് പറയുന്നത് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് നെറ്റ്വർക്ക് ആണ്. അതായത് GST പോർട്ടലിലെ IT സിസ്റ്റത്തിനെ മാനേജ് ചെയ്യുന്ന ഓർഗനൈസേഷനാണ് GSTN എന്ന് പറയുന്നത്. ഈ ഒരു പോർട്ടൽ യൂസ് ചെയ്തിട്ടായിരിക്കും ഗവൺമെൻറ് എല്ലാ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസും ട്രാക്ക് ചെയ്യുന്നത്. അതേപോലെ തന്നെ ടാക്സ് പേയേഴ്സിന് എല്ലാ സർവീസസും പ്രൊവൈഡ് ചെയ്യുന്നത്. അവരുടെ രജിസ്ട്രേഷൻ ഫയൽ ചെയ്യുന്നത് അതായത് ടാക്സ് ഫയൽ ചെയ്യുന്നത് തൊട്ടുള്ള ആ ഒരു ടാക്സ് ഡീറ്റെയിൽസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന വരെയുള്ള സർവീസസ് ഈ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്ന ഈ ഒരു GST പോർട്ടലിലൂടെയാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇതിൻ്റെ അണ്ടറിൽ വരുന്ന കാര്യങ്ങൾ.